ഹായ് ഗൈസ്, അല്ലെങ്കിൽ വേണ്ട മലയാളത്തിൽ തുടങ്ങാം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ അടുത്ത ട്രിപ്പ് പാരീസിലേക്കാണ്. വി ആർ സ്റ്റാർട്ടിങ് ഫ്രോം ന്യൂംബർഗ് ആൻഡ് ഞങ്ങളിപ്പോൾ ഫ്ലിക്സ്പേസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 9 പേരുണ്ടാവും. അതെ, അതെ. സൈഡിലായിട്ട് ഞങ്ങളെ ഒരു ഗ്രൂപ്പ് ട്രിപ്പാണ്. ലെറ്റ്സ് മേക്ക്. നല്ല തണുപ്പുണ്ട്. വളരെ ഒരു 5 ഡിഗ്രി 6 ഡിഗ്രി കാണുമല്ലേ? അതെ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലിക്സ്പേസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, സീ ഓൺ ഫ്ലിക്സ്പേസ്. രാവിലെ 8:58 9 മണി. ഫ്രാൻസ് എന്ന രാജ്യത്തിന്റെ ഹൈവേകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബാക്കി ഇനി അടുത്ത വിശേഷങ്ങൾ പാരീസിൽ ചെന്നിട്ട്. ഇവിടെ ഓട്ടോ റൂട്ട് എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് വേ ആണിത്. 130 കിലോമീറ്റർ സ്പീഡിൽ കാർ പായുകയാണ്. അങ്ങനെ നമ്മൾ പാരീസ് എത്തി. ഇതാണ് പാരീസ്. പാരീസിനെ പറ്റി പറയാനുള്ളതാണെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ 10-ൽ 5 കൊടുക്കുള്ളൂ. കാരണം കണ്ടിട്ട് പറയണ ബാഡ് സ്മെൽ. ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ഫുള്ള് കണ്ടിട്ടില്ല നമ്മൾ പാരീസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. നമ്മളിപ്പോ ജർമ്മനിയിൽ നിന്ന് ന്യൂറംബർഗിൽ നിന്ന് കയറിയിട്ട് എന്ത് സ്ഥലത്തിന് പറയാം ഇറങ്ങിയതുള്ളൂ. അവിടുത്തെ പാരീസിൽ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഒന്ന് ഫ്രഷ് ആവണം. വേറെ കാര്യം പറയുന്ന വെച്ചാൽ ഇവിടുത്തെ ബാത്റൂം ഇതിലാറ് ക്വാളിറ്റി നമ്മുടെ നാട്ടിലെ KSRTC ബാത്റൂമിനുണ്ട്. അതെ, ഹൈജീൻ അത് കണ്ട് ഷോക്കായിരിക്കാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഇവിടെ റൂം ഇല്ല, തണുപ്പ് കുഴപ്പമില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ടെമ്പറേച്ചർ കുറവാണ്. നമുക്ക് കുറെ ആൾക്കാരുണ്ട്. ടിക്കറ്റ് എടുക്കണം, മെട്രോ ടിക്കറ്റ് എടുക്കണം, പിന്നെ ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം, ബാത്റൂം പോകും. അതെ, ബാക്കി കാര്യങ്ങൾ അപ്പോ. ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാത്തൊരു സ്ട്രീറ്റ് ആണ്. നല്ല തിരക്കൊന്നുമില്ല. സാറ്റർഡേ ആയിട്ടും വലിയ ആൾക്കാരൊന്നുമില്ല സ്ട്രീറ്റിൽ. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻ ഉണ്ട് എങ്ങനെയാന്ന് ടിക്കറ്റ് എടുക്കാനൊക്കെ ആയിട്ട്. കുറച്ച് നമ്മുടെ സോണൊക്കെ നോക്കി എടുക്കണം. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ മെട്രോയിൽ ഡേ ടിക്കറ്റ് എടുത്തു. ഡേ ടിക്കറ്റിന് ഒരു അറൗണ്ട് ഒരു 20 യൂറോളം വന്നു. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ബാനോഫിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിനി ഹെഡ് ടു റൂം. സോ നമുക്ക് കുറച്ച് ബാനോഫിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ചകൾ കുറച്ച് കാണാം. ഇതാണ് ബാനോഫ്. കുറച്ച് ക്ലോക്ക് ടവറും കാര്യങ്ങളും. പക്ഷേ നമ്മുടെ നാടിൻ്റെ അത്രയ്ക്ക് വൃത്തിയൊന്നുമില്ല കേട്ടോ. റൈറ്റ് നൗ വി ആർ ഗോയിങ് ടു റൂം. സോ നമുക്ക് ബസ്സിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. സെൻട്രൽ സ്റ്റേഷൻ ആയാലും വലിയ തിരക്കൊന്നുമില്ല. സോ വി ആർ ഹെഡിങ് ടു അവർ റൂം. എല്ലാവർക്കും അറിയണ പോലെ പാരീസ് എന്ന് പറയുന്ന ഒരു ഫാഷൻ ഹബ്ബാണ്. സോ സ്ട്രീറ്റിലെ ഫുൾ ഓഫ് ഈ ഫാഷൻ റിലേറ്റഡ് സ്റ്റോഴ്സ്, ഈ മസാജ് സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്സ്, ഫുൾ ഓഫ് അങ്ങനത്തെ സംഭവങ്ങളാണ്. പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒതൻറ്റിക് ആയിട്ടുള്ള ഫ്രഞ്ച് ഡിഷസും എല്ലാം. ഇപ്പോൾ വിചാരിക്കും നിങ്ങൾ ഈ കാണുന്ന വലിയ ബിൽഡിങ്ങിലായിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എന്നാൽ അല്ല ഗൈസ്, നമ്മൾ ഈ കാണുന്ന ചെറിയ റൂമിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു മ്യൂസിയത്തേക്കോ കേവ് കാണാനോ പോകുന്നതല്ല. ഇത് നമ്മുടെ റൂമാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അറിയില്ല ഗൈസ്, ഇവിടുന്ന് എവിടേക്ക് എത്തുന്നത്.
സീനാണ് ഗൈസ്, റിയലി ഹൊറർ, ശരിക്കും ഹൊറിബിൾ. ഞങ്ങളിന്ന് എഫിൽ ടവർ കാണാൻ പോവാണ്. അപ്പോ ഞങ്ങളിപ്പോ മെട്രോയില് വന്ന് ഇനി പുറത്തോട്ട് ഇറങ്ങുമ്പോ നമ്മൾ ആദ്യമായിട്ട് എഫിൽ ടവർ കാണും. ആരും ഇതുവരെ എഫിൽ ടവർ കണ്ടില്ല, എല്ലാവരും എക്സൈറ്റഡ് ആണ്. എഫിൽ ടവർ കാണുമെന്ന് ഉറപ്പില്ല, പക്ഷെ നമ്മള് അതിനിപ്പോ എന്താ ടവറല്ലേ, ആ ടവറായി ടവറിലൊക്കെ ഒന്ന് തന്നെ. അതില് ആൾക്കാർ കയറുന്നു, മറ്റേ പോസ്റ്റ്മാൻ കയറുന്നു, വ്യത്യാസം അത്രേ ഉള്ളൂ. അപ്പൊ ആർക്കും അറിയില്ല നമുക്ക് കാണാൻ പറ്റോ ഇല്ലെന്ന് അറിയില്ല. നമ്മൾ കൊണ്ടൊക്കെ കണ്ടോ സഞ്ജു അന്നെന്തെങ്കിലും പറഞ്ഞ സീക്രട്ട് ഉണ്ട്, സഞ്ജുവിന്റെ കണ്ണാടിന് അറിവ് പറഞ്ഞത്. നമ്മൾ എഫിൽ ടവർ കാണാൻ പോവുകയാണ്. കാണുമെന്ന് അറിയില്ല, എന്നാലും ഇല്ല നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്, അണ്ടർഗ്രൗണ്ട് പുറത്തെത്തിയിട്ടുണ്ട്. എന്താടാ ഞാൻ കാണിച്ചിറങ്ങി എവിടെ കഴിച്ച എഫിൽ ടവർ? ആ ബിൽഡിംഗ് കൊള്ളാം. അത് മ്യൂസിയം ആണോ എന്താന്നറിയില്ല. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എഫിൽ ടവർ കാണാൻ പറ്റില്ല. ഞങ്ങൾ എഫിൽ ടവറിന്റെ അടുത്താണ്. നമുക്ക് എത്ര കിലോമീറ്റർ നടക്കണം? 1 കിലോമീറ്ററിന്റെ അടുത്ത് നമുക്ക് നടക്കാനുള്ളൂ. 1 കിലോമീറ്ററിന്റെ റേഡിയസ് ചുറ്റോളം നമുക്ക് എഫിൽ ടവർ കാണേണ്ടതാണ് ശരിക്കും പറഞ്ഞാല്. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല. തഞ്ചും പറയുന്നത് ഈ വളവ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. തഞ്ചും ഏതാ വളവ്? ഇതാണ് തഞ്ചും പറഞ്ഞ വളവ്. ഏത്? അതൊരു കോളേജാണ്, ഫ്രഞ്ച് കോളേജ്. ഫുഡാണ് സോനുവിന് മെയിൻ. സോനു ഫുഡിനെ പറ്റി 2 വാക്ക് പറയൂ. ഫ്രഞ്ച് ഫുഡ്. ഫ്രഞ്ചില് അല്ലല്ല ഈ ഫ്രഞ്ച് കുസീനില് എനിക്ക് എന്തൊക്കെ അറിയാം? ഫ്രഞ്ച് ഫ്രൈസ് പറ. ഫ്രഞ്ച് കുസീനില് എനിക്ക് എന്തൊക്കെ അറിയാം? സോനു ഞങ്ങളുടെ മാസ്റ്റർ ഷെഫാണ്. സോനു ഈ ഫ്രഞ്ച് ഫുഡിനെ പറ്റി 2 വാക്ക് സംസാരിക്കുന്നതാണ്. ഫ്രഞ്ച് കുസീനില് മെയിൻ ആയിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ളത് ക്രോസാൻസ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ചോക്ലേറ്റ് എല്ലാ നാട്ടിലും മൂന്നാറും കിട്ടും. ചോക്ലേറ്റ് കോഫിയാണ് ഇവിടെ ഫേമസ്. അതെല്ലായിടത്തും കിട്ടും. നമ്മൾ ട്രൈ ചെയ്യോ. ഇനിയും സോനു ഞങ്ങളെ വഴി തെറ്റിച്ച് ഒരു പെണ്ണിന് പിന്നാലെ. അതെ, പുതിയ ഇൻഫോർമേഷൻ. തഞ്ചൂമ് ഈ സ്ട്രെയിറ്റ് റോഡ് നമ്മൾ നടന്നിട്ട് റൈറ്റ് തിരിയും. ആ റൈറ്റ് തിരിയുന്ന സമയത്ത് നമ്മളൊരു സാധനം കാണും. അതെ, അതാണ് സ്ട്രൈറ്റ് പോവും, എന്നിട്ട് റൈറ്റ് തിരിയും. അപ്പൊ ഒരു സാധനം കാണും. അപ്പൊ നമ്മള് സാധനം കാണാം. അത് എഫിൽ ടവർ ആണെന്ന് തഞ്ചും പറയുന്നത്. അങ്ങനെയാണ് മാപ്പിൽ കാണുന്നത്. അല്ല, നമ്മള് കഴിഞ്ഞില്ല. സോനുവിന്റെ ഫ്രഞ്ച് ഫുഡിനെ പറ്റി നമ്മള് സംസാരിച്ചില്ല. ക്രോസോ ഉണ്ട്, ഹോട്ട് ചോക്ലേറ്റ്, പിന്നെ യൂറോപ്പിലെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടോ? ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ നിന്നല്ല ഉത്ഭവിച്ചത്, അത് ബെൽജിയത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. എന്താ ബെൽജിയത്തിന്? അത് ബെൽജിയത്തിൽ ഉണ്ടാക്കിയോണ്ട് ബെൽജിയത്തിൽ നിന്ന് ഉത്ഭവിച്ചു. അപ്പൊ ബെൽജിയം ഫ്രൈസ് നിർത്താ പോരെ? അല്ല, അവിടെ ഫ്രഞ്ചുകാരെ വന്നിട്ട് ഉണ്ടാക്കിയോണ്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് പേര്. അത് വളരെ കറക്റ്റ് ആണ് സോനു പറഞ്ഞത്. സോനു ഇവിടെ ഫ്രാൻസിൽ ലഞ്ചായിട്ട് ഇവരെന്താ കഴിക്കുന്നത്? ഫ്രാൻസിൽ ലഞ്ചായിട്ട് മെയിൻലി ഇവർക്ക് ഇറ്റാലിയൻ പിസ്സാസ് ഒക്കെ കഴിക്കാറുണ്ട്.
ഫ്രാൻസിൽ ഇറ്റാലിയൻ പീസസ് ആണ് മെയിൻ ആയിട്ട് ഫ്രഞ്ച് ലഞ്ച് കഴിക്കുന്നത്. അതിന് വോട്ട് ചെയ്യണം. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇതൊക്കെ കാണുമ്പോ ഞങ്ങള് ഫ്രഞ്ച് കുസൈനാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞങ്ങള് ഒരിക്കലല്ല, നമ്മൾ ഡോണർ കഴിക്കും. ഡോണർ മന്തി രണ്ടും ചോദിച്ചുള്ളൂ, ഒന്നെങ്കിൽ ഡോണർ അല്ലെങ്കിൽ മന്തി. ഇതാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. നമ്മൾ യമനി ഷോപ്പ് കണ്ടുപിടിച്ച് നമ്മളെല്ലാം കിട്ടില്ല മന്തി. നമ്മൾ ആംസ്റ്റർഡാം പോയ സമയത്ത് അവിടെ യൂറോപ്പിൽ വന്നിട്ട് ആദ്യമായിട്ട് നാട്ടിലൊരു മന്തിയുടെ ഫ്ലേവർ കിട്ടിയത് ആംസ്റ്റർഡാം പോയി കഴിച്ചിട്ടാണ്. ആ മന്തിയുടെ ടേസ്റ്റ് ജർമ്മനിയിൽ നിന്നും കിട്ടിയില്ല ഞങ്ങൾക്ക്, വേറെ ഒന്നും കിട്ടില്ലല്ലോ നമുക്കത്. അങ്ങനെ തന്നെ മറ്റേ വ്ളോഗ് ട്രാവൽ വ്ളോഗ് മാറി ഫുഡ് വ്ളോഗൊക്കെ അല്ലല്ല നമ്മള് സഞ്ജുവും പറയുന്നത് ആ വളവ് കഴിഞ്ഞ് ഫ്രണ്ടിലെ വളവ് കഴിഞ്ഞ് സഞ്ജു മുന്നിലുണ്ട്. സഞ്ജുവേ ആണ്ടോ? ഇതാണ് എഫിൽ. അതെ ഇതിനാർടാ ബുർജ് ഖലീഫിന്റെ ഐറ്റുണ്ടെന്നൊക്കെ പറഞ്ഞു. പറ്റിച്ചു ഗൈസ്. ഇത് തന്നെയാണ് ഒറിജിനൽ എഫിൽ ടവർ. എഫിൽ ടവർ ഇതാണ് നമുക്ക് സംശയമുണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങൾ എഫിൽ ടവർ കണ്ടു, ഫൈനലി എഫിൽ ടവർ കണ്ടു. ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കണ്ടു. എഫിൽ ടവർ ഞങ്ങളെ പറ്റിച്ചതാ ഗൈസ്. ഞങ്ങളോട് പറഞ്ഞു ഇതിലാറ് വലിപ്പുണ്ടെന്നാ പറഞ്ഞു. മേലെന്താ അപ്പൊ ഞങ്ങൾ ഇനി വരണം, രാത്രിയുണ്ട്. ഞങ്ങൾ ഇനി കേറാൻ, ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എഫിൽ ടവറിന്റെ മേലെ കേറാൻ. മേലെ വരെ നമുക്ക് കേറാൻ പറ്റും എഫിൽ ടവറിന്റെ. തുഞ്ചത്തെത്തുന്നു അഞ്ചുമേ, നമ്മളെ തുഞ്ചത്ത് കയറും. നാട്ടിൽ വരെ ടവർ കൊത്തി കുറിച്ച് കയറുന്ന പണിയല്ലേ എന്നോട് പറയും. നമ്മൾ കയറുന്നുണ്ട്. ലെഫ്റ്റ് കാണിക്കുന്നു. ലെഫ്റ്റ് നടന്നു പോകാനാ പറയാം. അറിയില്ല ഗൈസ്, എല്ലാവരും എക്സൈറ്റഡ് ആണോ? ഇവിടെ എക്സൈറ്റ്മെന്റോട്ട് നിൽക്കാൻ അപ്പൊ നമ്മള് ലിഫ്റ്റ് കയറാൻ പോവാണ്, ലിഫ്റ്റ് ടോപ്പിലേക്ക് പോകാനായിട്ട്. സോ വി ആർ എക്സൈറ്റഡ് ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ അവർ ലിഫ്റ്റ്. ഞങ്ങൾ ലിഫ്റ്റിന്റെ താഴെയാണ് കഴിച്ചത്. ഫൈനലി വി ആർ ഇൻ ടോപ്പ്. Yeah. So this is a view. ഗൈസ് ഞങ്ങളിപ്പോ എവിടെ നിന്ന് പറയാൻ പറ്റുമോ? സോനു പറഞ്ഞു നമ്മളിപ്പോ എവിടെ കണ്ടോ? ഞങ്ങള് എഫിൽ ടവറിന്റെ നടുക്കലാണ്, നടുക്കണ്ടത്തിലാണ്. ഇനി മേലോട്ട് പോകണം. എല്ലാം കാണിച്ചു കണ്ടോ? അപ്പുറം നമുക്ക് മേലോട്ട് പോകാനുണ്ട്. ഷാജേട്ടാ എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. നമുക്ക് പാരീസ് ടൗൺ മൊത്തം കാണത്തില്ല. ആർക്കിടെക്ചർ കൊള്ളാല്ലേ? ആ ഒരു സിമെട്രി, എല്ലാത്തിനും ഭയങ്കര സിമെട്രി. അപ്പൊ നമ്മളിത് ഇതിന്റെ ഒരു മിഡ് പോർഷൻ ആയിട്ട് വരും. അങ്ങനെ നമ്മള് എഫിൽ ടവർ കയറി. ദെൻ ഞങ്ങളൊക്കെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു ഇങ്ങനെ എഫിൽ ടവർ കയറുന്നത്. Yet another bucket list is completed. ഇത് ഒരു പറയാൻ തന്നെ ഉണ്ട്, അത്യാവശ്യം വൻ സംഭവമാണ്. അത്യാവശ്യം പേടിയാവുകയും ചെയ്യും. ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റിലാണ്. ഫുൾ പാരീസിന്റെ വ്യൂ ഇവിടെ കാണാൻ പറ്റും. ഇത് സൈൻ റിവർ ആണ് ഇവിടുത്തെ സ്പെഷ്യൽ ഫേമസ്. ഇതില് ബോട്ടിംഗ് ഉണ്ട് ഐഫിൽ ടവറിന് ചുറ്റും. അത് നമ്മൾ കയറുന്നുണ്ട് രാത്രി. ശരിക്കും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്ത് കാണുമ്പോ മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് പറയാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്ന രണ്ടാമത്തെ നഗരമായിട്ട് വരുന്നതാണ് പാരീസ്. എഫിൽ ടവറിന്റെ ചരിത്രം എല്ലാവർക്കും അറിയണ്ടോ? അല്ലെ വീട്ടിൽ പറയുന്നതാണ്. എന്തായാലും നമ്മള് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരാം. എഫിൽ ടവർ അറിയാലോ, 1889 ഫ്രഞ്ച് റെവല്യൂഷന്റെ 100ാമത്തെ വാർഷികത്തിനാണ് ഗുസ്താവോ എഫിൽ എന്ന് പറഞ്ഞ ആളാണ് ഇത് പണിത്. പിന്നെ അന്ന് മുതൽ പിന്നെ ഇത് പൊളിക്കാൻ വേണ്ടി പണിതാണ്. പിന്നെ അത് ആൾ ടൂറിസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയപ്പോ അത് മെയിൻറ്റെയിൻ ചെയ്യായിരുന്നു. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ലൈറ്റ് കാണാൻ പറ്റും. കാണാം ലൈറ്റ്സ് ഈ കാണുന്നതൊക്കെ ലൈറ്റ്സ് ആണ്. ലൈറ്റുകളാണ്. ഇത് രാത്രി മിന്നും കഴിഞ്ഞ് ഇതിന് വേറൊരു വ്യൂ കിട്ടും.
അത് നമ്മൾ എന്തായിരിക്കും. ഇപ്പൊ ഇവിടെ കുറെ ടൂറിസ്റ്റുകളുണ്ട്. ഇപ്പൊ വന്നപ്പോ അത്യാവശ്യം ഫോഗ് ഉണ്ട്. നമ്മുടെ വെതർ അത്ര ബെറ്റർ അല്ല. സോ നമ്മള് മുകളിലേക്ക് ഇനി കയറുന്നുണ്ട്. ഞങ്ങൾ ടിക്കറ്റ് മുകളിൽ കയറാം. കറന്റ്ലി ഇപ്പൊ നമ്മള് ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ചെയ്യാം കുറച്ചു നേരം. ടിൽ ഫോഗൊക്കെ ഒന്ന് മാറി ക്ലിയർ വിഷൻ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞങ്ങളെ കണ്ട് ആസ്വദിക്കുകയാണ്. Finally, we are at top of Eiffel Tower. Yeah, finally we did it. ഞങ്ങൾ ലൈക്ക് ഫോഗ് ഉണ്ട്. ലിഫ്റ്റ് ഇറങ്ങി വരുമ്പോ ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മള് ഒരു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ദർ ഇസ് നോ വ്യൂ ഫ്രം ഹിയർ. ചെറിയ കോടയും കാര്യങ്ങളൊക്കെ കാരണം ഇവിടെ നമുക്ക് കുറച്ച് റഫറൽ കാണാം. ഇതിന്റെ ഹൈറ്റ് ഡിഫറൻസ് ലൈക്ക് ടൊറന്റോ, മോൺട്രൽ ഇൻ കാനഡ, ലൈക്ക് ന്യൂയോർക്ക്, വാഷിങ്ടൺ DC-യിലുള്ള ബിൽഡിങ്സ് നമുക്ക് ചുറ്റിക്കറങ്ങിയത് കാണാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ നല്ല ഫോഗും കാര്യങ്ങളായ കാരണം നമുക്ക് വ്യൂസ് ഒന്നും അത്ര ക്ലിയർ അല്ല. ബട്ട് വി ആർ മാക്സിമം ട്രൈങ് ടു ക്യാപ്ചർ ഓൾ ദ ബെറ്റർ വീഡിയോസ് ഫോർ us. അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മളെന്തായാലും നടന്ന് ഇതിന് ഒരു കുറച്ച് ദൂരം മുകളിലേക്ക് കൂടിയും പോകാൻ പറ്റും. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി ഒരു പ്ലാറ്റ്ഫോം കൂടി ഉണ്ട് നമുക്ക് ഇവിടെ നിൽക്കാനായിട്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് വ്യൂ. സോ ഇറ്റ്സ് ദ മാക്സിമം പോയിന്റ് ദാറ്റ് വി ക്യാൻ access in this building. Yeah. ഒന്നും കാണാനില്ല, സോറി. നല്ല ക്രൗഡഡ് ആണ്. അത് നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ ഫോഗ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ക്ലിയർ ഇല്ല. മെയിൻലി കാണേണ്ട ഒരു സംഭവം കൂടി ഇവിടെ ബാക്കിയുണ്ട്. ഇതിന് മുകളില് റൂമിൽ അവര് ഗുട്ടോസ് ഓഫ് എഫില് പിന്നെ തോമസ് എലിസബത്തിന്റെ ഒരു സ്റ്റാച്യു പോലെ ഉണ്ട്. ഞങ്ങൾ കാണിച്ചു തരാം. ഇതൊരു മസ്റ്റ് വാച്ച് സംഭവമാണ്. ഒരു റൂം സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാക്സ് സ്റ്റാച്യു ആണത്. ശരിക്കും പറഞ്ഞാൽ ഈ ഈഫൽ ടവർ യൂസ് ചെയ്യുന്നത് ഒരു സയൻറ്റിഫിക് എക്സ്പെരിമെൻസിന് വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് ഓൾസോ റിട്ടൺ ഓവർ ഹിയർ. ഈഫൽ ഈസ് യൂസ്ഡ് ഫോർ ടവർ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് ഇൻ 1891. Then after it's changed into Hay que ser pegado al ഒരു സ്റ്റാച്യു മിനിമം പോലെ മാറ്റിയതാണ്. നമ്മളിപ്പോ പോകുന്നത് ഒരു സൊവീനിയർ ഷോപ്പിലേക്കാണ്. ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. ലൈക്ക് നമ്മളിവിടെ വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങാം. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. നമ്മളിവിടെ ഫ്രിഡ്ജും ഒക്കെ നോട്ടിച്ച് വെക്കുന്ന മാഗ്നറ്റ് ടൈപ്പ്. പിന്നെ ഇവിടെ വേറെ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈഫൽ ടവറിന്റെ ഇത് മദ്യമാണ്. ആൽക്കഹോൾ ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത് ആണ്. മോനേത് അമൃതല്ലേ അമൃത്. എന്നാലും നമുക്ക് ഒരു ഫോർ ഒരു ഓർമ്മയ്ക്ക് ചോക്ലേറ്റ്സ് ഇതിനൊക്കെ ഒരു 1300 രൂപ ഒക്കെ നാട്ടില് വില വരും. പക്ഷെ നൈസാണ്. നമുക്കിപ്പോ ഇവിടെ ഒരു നോട്ടിൽ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. സോ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഒന്നും തൽക്കാലം വാങ്ങുന്നില്ല. നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ബൈ. ഫൈനലി നമ്മളിവിടെ കുറെയൊക്കെ കറങ്ങി. ഇവിടെ ലേക്കും അവിടെ ഇവിടെയൊക്കെ കറങ്ങി. ഇവിടെ കുറെ ഫോട്ടോഷൂട്ട്സും ഞങ്ങളുടെ കുറെ ഫോട്ടോഷൂട്ട്സ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. പട്ടിണിയാണ്. ഗൈസ്. സോ ഫ്രഞ്ച് സീനാണ് ഞങ്ങളുടെ പ്ലാനിങ്ങില്. ബട്ട് അറിയില്ല, പട്ടി കുറച്ച് സീനാണ്.
ഞങ്ങൾ നല്ല ഹോട്ട് ചോക്ലേറ്റ് ക്രോസോൺസ് ആണ് പ്ലാൻ. പക്ഷെ നടക്കില്ല എന്ന് എനിക്കും അറിയാം, ഇവനും അറിയാം, ഇത് കാണുന്ന ആൾക്കാർക്കും അറിയാം. സോ ബൈ ഗൈസ്. ഫൈനലി നിങ്ങൾക്കായി കാത്തുവെച്ച നെക്സ്റ്റ് വ്യൂ ഓഫ് ഇഫൽ ടവർ ഇതാ. ലൈറ്റ് ഇട്ടിട്ടുള്ള വ്യൂ. അപ്പൊ നമ്മൾ കാത്തിരുന്ന ലൈറ്റ് ഷോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. നമ്മളിപ്പോ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ബിഗിനിങ്. That's it. അത് എല്ലാ മണിക്കൂറിലും 5 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. മണിക്കൂറിന് തുടക്കത്തിൽ ഒരു 5 മിനിറ്റ് ആ ഒരു മിന്നണ ലൈറ്റ് ഉണ്ടാവും. നോർമൽ ലൈറ്റ് എപ്പോഴും ഉണ്ടാവും. അതെ, പക്ഷെ ഈ മിന്നണ സ്പാർക്ലിംഗ് ലൈറ്റ് ഇറക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കാണാൻ വേണ്ടി ഇവിടെ കുറെ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഫോണും ക്യാമറയൊക്കെ ഫുൾ ഫോട്ടോഷൂട്ട് ഏരിയാസ് ആണ് ഇവിടെയൊക്കെ. ഇത് കാണാനായിട്ടും ഇവിടെ കുറെ പ്രൊപ്പോസൽ സീൻസ് കാണാനായിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. സോ ഒരു എല്ലാവരും അറിയപ്പെടുന്ന പോലെ ഒരു സിറ്റി ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു സ്പോട്ടാണ്. നമ്മളിപ്പോ രാത്രി ലൈഫ് എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുകയാണ്. ലൈറ്റ് ആൻഡ് സ്ട്രീറ്റ് ഫുഡ്സ്, എവറിത്തിങ് വി ആർ എക്സ്പ്ലോറിംഗ് ഇൻ ദ പാരീസ്. മുമ്പിലാണ് നിങ്ങൾ കാണുന്നത് പള്ളിപ്പെരുന്നാൾ. ഒരു മിനി തൃശ്ശൂർ പള്ളിപ്പെരുന്നാളിന്റെ അവസ്ഥയുണ്ട്. ഇതേ തട്ടുകട ഒറ്റപ്പാട് കാണുന്നത്. ദോശയിൽ ന്യൂട്ടല മുക്കി പഴട്ട് തരും. വേറെ കാര്യം കാണിച്ചു തരാം. ഇതെല്ലാം കണ്ട് ഒരുത്തനെന്താ വെള്ളറക്കി പോകുന്നുണ്ട്. ഇവിടെ കിടിലായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരുത്തെന്താ ഇവിടെ എല്ലാ തട്ടുകടിയിലും നമുക്ക് ഇവിടെ എന്തെല്ലാം കണ്ടു സോനോടെ? സോനു പറയൂ. തട്ടുകട അഭിപ്രായം പറയും. മസാല ദോശയില്, വെറും ദോശയിലല്ല. ഇപ്പൊ നമ്മളുള്ളത് പാരീസിലെ ഒരു മിനി ഊട്ടിയിലാണ്. കണ്ടോ, കാണിച്ചു. ശാലിത വാങ്ങാന്നുള്ള ലക്ഷ്യത്തില് വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാണ്. വാങ്ങാനൊന്നും പോലില്ല, നമുക്കറിയാം. നമുക്കറിയാം, കാശൊന്നുമില്ല, ഷോ മാത്രമേ ഉള്ളൂ. ആള് ഊക്കി വിട്ടു. പേര് ചോദിച്ചപ്പോ അങ്ങേര് ഇല്ലല്ല പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് കച്ചവടം നടന്നു. നീ പോലീസിനുള്ള ആളാന്ന് വിചാരിച്ചിട്ടോ? ഇവരെ കണ്ടാ തോന്നും പോലീസിൽ ഇറങ്ങിയതാണ്, ജയിലിൽ ചെയ്താന്നുള്ളോ. ഇവിടെ ദേ പള്ളിപ്പെരുന്നാള് വേറെ വൈബ്. കൊച്ചിന്റെ കയ്യിലുണ്ടോ? വേറൊരു കൊച്ചിനെ കാണിച്ചത്. അതോ കൊച്ചായിട്ട് തൊള്ളിക്കൊണ്ടിരിക്കുന്നത്? അത് പട്ടിഷോ കേട്ടോ, അത് പട്ടിഷോ. ഒരാള് വിളിക്കില്ല. ഈഫൽ ടവറിന് നേരത്തെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ ലൈറ്റ് എത്തില്ല വീണ്ടും. പക്കാ പെരുന്നാൾ വൈബ്. ഞാൻ വേറെ കാര്യം കാണിച്ചുതരാം ഗൈസ്. ഇവിടെ കിട്ടിയിലായിട്ട് ഇവിടെ ഈഫൽ ടവറും അപ്പുറത്ത് റിവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു കൂട്ടം അവിടെ കണ്ടോ തുണിയില്ലാത്ത പ്രതിമ നോക്കിയിരിക്കുക. ഇതാണ് ഗൈസ് കുപ്ലേരി. ആകാശ് പറയാ എങ്ങനെയുണ്ട്? ഇയാൾക്ക് തുണിയില്ലല്ലോ. അയാൾക്ക് തുണിയില്ല, കുഴപ്പമില്ല. അതൊക്കെ വേണ്ട കാര്യങ്ങളായിട്ട് ചെറിയൊരു കോറങ്ങമാതിരി ടവല് കൊണ്ട് കറച്ചി കൊണ്ട് കറക്റ്റ് കാര്യങ്ങളൊക്കെ മറിച്ചിട്ടുണ്ട്. പിന്നെ ആളില് പക്ഷെ ഞാൻ ഒരു കാര്യം ഇവിടെ ആകാശം, ഇയാള് തുണിയില്ലാതെ കുതിരയും കൊണ്ട് എങ്ങോട്ട് പോകുന്നത്? അതിന് അങ്ങനെ റൈഡിങ് സത്യമായിട്ട് ആകാശം ഇത് പറ. ഇതിവിടെ
അലോണാണോ? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇത്രയും പബ്ലിക് അടുത്ത് നിൽക്കുമ്പോ തോന്നില്ലാതെ ടെൻഷൻ എന്താ പറയാ, അയാളുടെ കയ്യിലൊരു മൂർച്ചയുള്ള ആയുധമാണ് ഇരിക്കുന്നത്. അപ്പൊ അതെങ്ങാനും തട്ടിയിട്ട് അയാളുടെ സദാചാരം പുറത്തുവരും. അതാണ് സദാചാരം വന്നു. നമുക്ക് രാത്രി വേറെ പല കാഴ്ചകളുണ്ട്, നമുക്ക് അത് കണ്ടിട്ട് വരാം ഗൈസ്. ഇവിടെ കുറെ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. നമുക്ക് അത് കണ്ടിട്ട് വരാം. ഇത് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഇപ്പൊ ഇവിടെ ന്യൂലി മാരിഡ് കപ്പിൾ ഇതും എല്ലാവരും കുറെ പേര് വരാറുണ്ട്. വെരി നൈസ് ആണ്. പക്ഷെ നമുക്ക് ഫോട്ടോഷൂട്ട് ഏരിയ കണ്ട ഒരു ചന്ത സെറ്റപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഗൈസ്. അടിപൊളി കാഴ്ച കാണാം. സംഭവം അല്ല നമ്മള് എന്താ പറയാ, പാരീസ് ഫസ്റ്റ് വന്ന സമയത്ത് മോശം അനുഭവമാണെങ്കിലും ഇത് എഫിൾ ടവർ കൊള്ളാം. ടിക്കറ്റ് എടുത്ത് കയറാനുള്ള 25-20 യൂറോക്കുള്ള എന്തായാലും വേർത്താണ്. പിന്നെ ലൈറ്റും ലൈറ്റ് ഒക്കെ സൂപ്പറാണ്. ഗൈസ് വാ, നമുക്ക് അധികം കൂടെ ഫോട്ടോഷൂട്ട് ഏരിയ ആണ് നല്ല ഫോട്ടോസ് എടുക്കാം. ഇങ്ങനെ ഫോട്ടോഷൂട്ട് പെണ്ണുമാണ് വേണം. ഞങ്ങളെല്ലാവരും സിംഗിളാണ് ഗൈസ്. ഞങ്ങൾ 9 പേര് സിംഗിളാണ്. അതിന്റെ വിഷമത്തിലാണ് ആകാശം. അയ്യോ നമ്മളിത് ഇതൊന്നും ഇവിടെ അലോഡല്ല. ഇതൊന്നും സിംഗിൾസിന്റെ ബ്ലോഗില് അലോഡല്ല. പക്ഷെ ഞങ്ങളുടെ മാക്സിമം സദാചാരങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാണ്. എനിക്ക് എത്രത്തോളം ഞങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അറിയില്ല. ശ്രമിക്കുന്നുണ്ട്. പലരും പിള്ളേരൊക്കെ എടുത്ത് അറിയുന്നുണ്ട്. പെണ്ണ് ഉള്ളവർക്കൊക്കെ വന്ന് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ലതായിരിക്കും. പക്ഷെ പെണ്ണ് വേണം. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ക്യാമറ തൂക്കിയിട്ട് നടക്കാം. അല്ല, ഇതിങ്ങനെ തൂക്കിയിട്ടോണ്ട് നടന്നാൽ മതി. ഇടയ്ക്കൊരു പിടിയൊക്കെ വെക്കണ്ടേ? ഇതൊക്കെ ഇവിടുത്തെ ഒരു റിക്ഷ സർവീസ് ആണ്. അവളുടെ ചിത്രങ്ങൾ എന്റെ ക്യാമറയിലല്ല പതിഞ്ഞത്, എന്റെ ഹൃദയത്തിൽ. ഒന്നുകൂടിയും ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ നൈറ്റ് ബ്യൂട്ടി ഓഫ് ഈഫൽ ടവർ. അത്യാവശ്യം ക്രൗഡഡ് ആണ്. ഫാമിലിയും കപ്പിൾസും ഇവിടുന്ന് ഏറെക്കുറെ വൈൻഡപ്പ് ചെയ്ത് ഇന്നത്തെ കുറച്ച് എക്സ്പ്ലോറിങ് ഇവിടത്തെ ഈഫൽ ടവറിലെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. 8:30. അപ്പോ ഇനി വേറെ കുറച്ച് സ്ഥലം കൂടി കാണാനുണ്ട്. ഇതാണ് ലൂവർ മ്യൂസിയം. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ആണ്. പിന്നെ എല്ലാവർക്കും അറിയണ പോലെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പെയിന്റിംഗ് ഉള്ള മൊണാലിസ പെയിന്റിങ് ഇവിടെയാണ് ഉള്ളത്. സോ ഇത് രാത്രിയിലത്തെ വ്യൂ ആണ്. ഇപ്പൊ എൻട്രി ഇല്ല, നമ്മൾ നാളെ രാവിലെയാണ് പോകുന്നത്. സോ ഒരു ചെറിയൊരു ഷോർട്ട് ബൈറ്റാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. ഇത് കണ്ടു തീർക്കാൻ ഒരു ദിവസം മതിയാവില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അത്ര വലുതാണ്, കാണാം. നാളെ നമ്മളൊരു ചെറിയൊരു ബൈറ്റ് എടുക്കുന്നുണ്ട്. ഒരു മാക്സിമം നമ്മളെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെയിന്റിങ്സ് എല്ലാം നാളെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. അപ്പൊ നമ്മള് പിറ്റേ ദിവസത്തെ മോർണിംഗ് വ്ളോഗാണ് സ്റ്റാർട്ട് ചെയ്യണേ. സോ ഇന്നലെ നമ്മള് ലേറ്റ് ആവുന്ന കാരണം നമ്മളെ റൂം ടൂർ ഒന്നും കാണിച്ചില്ല. സോ നമുക്കൊന്ന് ഇവിടുത്തെ റൂമിന്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ റൂം മുന്നേ ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ടാണ് നമുക്ക് റൂം വെക്കാൻ. അപ്പൊ അതിലെല്ലാവർക്കും അറിയാം, ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകുമ്പോൾ നമ്മൾ റൂം നേരത്തെ ബുക്ക് ചെയ്യണം. പിന്നെ റൂമിൽ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോഴത്തെ റൂം ഞങ്ങളുടെ റൂം. ഇതും നമ്മുടെ റൂം തന്നെയാണ്. അയ്യോ, ഒരു മിന്നായം പോലെ കണ്ടു കാണും അല്ലേ? ഇതാണ് നമ്മുടെ റൂം. റൂമില് 4 ബെഡാണ് ഉള്ളത്. പിന്നെ 4 ലോക്കർ ഉണ്ട്. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ നമുക്ക് ഒറ്റ ചാർജിങ് സ്ലോട്ട് ഉള്ളൂ. ഓവറോൾ ഒരു 5 നമുക്കൊരു 3 കൊടുക്കാം. അതെ, ഇതിന്റെ പുറത്തോട്ടുള്ള വ്യൂ അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നൈസാണ്. ഞാൻ പാരീസിന്റെ സ്ട്രീറ്റുകളിൽ
രാവിലെ 7 മണിക്ക് എത്താന്ന് വിചാരിച്ചാണ്, പക്ഷെ 8:30 നമുക്കിപ്പോ ഫ്രീ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പൊ ഇതില് ഒരു ഒത്തന്റിക് ആയിട്ട് ബ്രെഡ് എങ്ങനെ കഴിക്കുന്ന ജ്യൂസ് ഉണ്ട്, പാലാന്ന് പറയുന്നുണ്ട്. ഫ്രഞ്ചുകാരനായി സാർ. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. അതെ. സോനു പറ. സോനിന് ഒരു പഴം കിട്ടിയിരിക്കേ. അതെ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഫ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റ്. ബണ്ണുണ്ട്, പക്ഷെ പ്രശ്നം വെച്ച് ബണ്ണ് ചവക്കാൻ നല്ല ബട്ടറുണ്ട്, പിന്നെ ജാമുണ്ട്, ജ്യൂസ് ഉണ്ട്, നല്ല കഷ്ടായി. പിന്നെ ഇതെന്താ എന്താണോ ഫ്രഞ്ച് ആണെന്ന്. പിന്നെ കോഫി ഉണ്ട്, പക്ഷെ സംഭവം ഫ്രീ ആയതുകൊണ്ട് കൊള്ളാം. നേരത്തെ കുത്തും ഞാൻ. നമ്മള് 2-ാം ദിവസം പുറത്തേക്ക് ഇറങ്ങി. ആദ്യം ഞങ്ങള് പാരീസ് ആർക്ക് കാണാൻ വേണ്ടി പോകാൻ വെച്ചിരിക്കുന്നു. പക്ഷെ അപ്പോഴാണ് നമ്മൾ ഒരു സാധനം കണ്ടത്. ഒരു സ്ട്രീറ്റ് ആണ്, നിങ്ങൾക്കായി കാണിച്ചു തരാം. നാട്ടിലെ പോലെ 3 കിലോ സബോള 3 യൂറോ. 3 കിലോ സബോള, തക്കാളി, അടിപൊളി ഒരു ഓണ സമയം. ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. കിലോ 10. അജിനോട്ട് പച്ചക്കറികൾ കാണിച്ചു കൊടുക്ക്. എന്തൊക്കെയാ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പറഞ്ഞു. ഇത് മിന്റ്, പിന്നെ യൂട്യൂബ് സെലിബ്രിറ്റി, പിന്നെ നമുക്ക് ക്യാപ്സിക്കം, റാഡിഷ് അല്ല, സല്ലറീസ് അല്ലേ, ക്യാബേജ്, കോളിഫ്ലവർ, റാഡിഷ്, ക്യാപ്സിക്കം, കുക്കുംബർ. ഇത് നമ്മളെ നാട്ടു മാത്രം, ഇത് ജർമ്മനിയില്ല ഈ സാധനം. തക്കാളി, സാധനം ക്യാബേജില് ചെറിയ സാധനം, മിനി ക്യാബേജ്. ഓണച്ചന്തയ്ക്ക് വന്ന പോലെയുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. നല്ല നല്ല അടിപൊളി ഫ്രൂട്ട്സുകളൊക്കെ കാലത്ത് തന്നെ ഒരുക്കി വെച്ച് കാണുമ്പോൾ. ഇത് വാങ്ങാനായിട്ട് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരും കിലോ പോമറേറ്റ് കിലോ 2 യൂറോ. ഫ്ലവർ ഷോപ്സ്. പാരീസ് ഒന്നും പൂവുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ടെമ്പററി കടകളാന്ന് തോന്നുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് നൈറ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതിന് പിന്നിലൊക്കെ വലിയ വലിയ ഷോപ്പുകൾ വേറെ ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സിന്റെ കട. 8 യൂറോ ചെറിയ 2 യൂറോ. ഫ്രഷ് ആവട്ടോ, അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. ശരിക്കും എനിക്ക് ഒരു നാട്ടിലെ ഓണ ചന്തയ്ക്ക് വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കുറെ വെറൈറ്റീസ്. അതെ, മോസ്റ്റ് ഓഫ് എല്ലാം റിപ്പീറ്റ് ആണ്. പാരീസിലെ നമ്മള് ചന്ത, നാട്ടിലെ ഒരു ചന്ത പോലെ സെറ്റപ്പാണ്. അടിപൊളിയായിട്ടുണ്ട് എന്നാണ് സുബില് പറയാൻ അവകാശപ്പെടുന്നത്. ഇവിടെ കാണാൻ പറ്റും പെയിന്റിങ്സ് ഒക്കെ. ഉള്ളിൽ പോകണ്ടെന്നാണ് സുബില് പറയണേ. ചിലപ്പോ കാശ് വാങ്ങിച്ചാലോ.
ഏതാ ചെറിയ ചെറിയതാ പഴയ ആന്റിക് സാധനങ്ങൾ കൂട്ടുകാരൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. അവിടെ എന്തുകൊണ്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതേ ചന്തയാണെങ്കിലും അവസ്ഥ Now we are in Opera Garnier. നമ്മള് ഇപ്പോൾ ഒരു മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങിക്കാണ്. ഇവിടെ ഒരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ലൈറ്റ് ഷോ ഉണ്ട്. സോനൊക്കെ നോക്കി പാപ്പൊടിച്ച് ഒരു ബ്രെയിൻ സെറ്റപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. നല്ല സാധനം കണ്ട് ഇതിന്റെ ആർട്ടിസ്റ്റിക് വെച്ച് നീ ഒന്ന് പറയും എന്താണ് സോനും മോഹൻലാലുള്ള. അതെ, ഞങ്ങളുടെ റീൽസ് ഉണ്ട്, അതിന്റെ ഒരുക്കാണ്. പ്രൊഫഷനാണ് കൈ തീർത്തത്. കൈസ് ഞങ്ങള് ഒപ്പേറ ഗാർഡനിനുള്ളിലേക്ക് കയറാൻ നോക്കാണ്. അതിന് ടിക്കറ്റ് പൈസ ഒക്കെ ഉണ്ട്, പക്ഷേ സ്റ്റുഡൻസ് എന്ന രീതിയിൽ ഫ്രീ ആണെങ്കിൽ കയറാമെന്ന രീതിയിലാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. കൈസ് ഞങ്ങൾ ഒപ്പേറ ഗാർഡനിനുള്ളിൽ കയറി ടിക്കറ്റ് എടുക്കാൻ നിൽക്കാണ്. എന്തൊക്കെ ഉണ്ട് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയണേ. അപ്പോൾ നോക്കാണ് ഞങ്ങൾ ഗൈസ്. എത്ര കണ്ടാലും മതിയായല്ലോ. പാണ്ടിക്കരിമ്പാറ മോനെ. എന്താ പറ്റിയാ പറ? എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട കേട്ടാ. കണ്ടു
യുടെ പ്രത്യേകത വെച്ചാല് പണ്ട് നെപ്പോളിയനും ഭഗത് സിംഗ് ഒക്കെ ഇരുന്ന് ഭഗത് സിംഗ് ഒക്കെ ഇരുന്ന് കേട്ടില്ലേ നെപ്പോളിയൻ ഭഗത് സിംഗ് ഇവരെല്ലാരും കൂടി ഇരുന്ന് കണ്ട ഹാളാണിത്. ഇത് ഇന്റർവെൽ സമയത്ത് വേറൊന്നും ഇല്ലാത്ത സമയത്ത് മേലെ നോക്കിയിരിക്കലാണ് പണി. കണ്ടോ ഗൈസ്, അതാണ് ഇവിടുത്തെ മെയിൻ എന്റർടൈൻമെന്റ്. അതെ, കണ്ടിട്ട് കൊതി തീരുന്നില്ല ഗൈസ്. അവിടെ എന്തോ യുദ്ധത്തിനുള്ള പുറപ്പാടാന്ന് തോന്നുന്നു. ഭടന്മാരൊക്കെ ഉണ്ട്. മനസ്സിലായോ? യൂസപ്പേ വല്ലതും പിടികിട്ടിയ ഭയങ്കര അർത്ഥമായതിനൊക്കെ എന്തുട്ടാ തട്ടിപ്പ് പരിപാടി പറയാൻ ചേട്ടാ. മര്യാദക്ക് ഒരാളുടെ രൂപം വരയ്ക്കാൻ അറിയാത്തരാ ഈ ജാതി ഐറ്റം വരച്ചിട്ടുണ്ടാക്കണത്. ഗൈസ്, നമ്മള് ഒരു പ്രീമിയം അൾട്രാ പ്രീമിയം മാളിലാണ്. ലൈക്ക് ഫാഷൻ്റെ ഒക്കെ ഒരു പീക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അറൗണ്ട് ഒരു 350 euros ഒക്കെയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഈ മാളിലെ എല്ലാ പ്രൊഡക്ട്സിനും. നമുക്ക് നോക്കാം. ഇവിടെ ജസ്റ്റ് ഉള്ള സംഭവങ്ങളും ഈവൻ കോഫി വരെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എല്ലാവർക്കും അറിയണ പോലെ പാരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാഷൻ ക്യാപിറ്റലാണ്. പക്ഷേ ബട്ട് സ്റ്റിൽ ബിഗ് എക്സ്പെൻസീവ് ആണ്. നമ്മളെല്ലാം ജസ്റ്റ് കാണുന്നുള്ളൂ, ട്രൈ ആയിട്ടൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. ഓൾസോ നമ്മൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. നിൽക്കുന്നത് ഈ മാളിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ സ്പോട്ടും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈഫൽ ടവർ, നേരത്തെ നമ്മൾ കണ്ട സ്ഥലങ്ങൾ, ഇതെല്ലാം ഇപ്പോ നിൽക്കുന്നത് ലുവർ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലാണ്. നമ്മള് ഓൾറെഡി റിസർവേഷനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു വെയിറ്റ് ഫോർ നല്ല ക്യൂ ഉണ്ട്. സൺഡേ ആയാലും നല്ല ക്രൗഡഡ് ആണ്. അത്യാവശ്യം തണുപ്പുണ്ട്. ഇതിനുള്ളിൽ കയറണം, മ്യൂസിയം കയറാൻ.
അപ്പൊ നമ്മള് ഇതിന്റെ ഉള്ളിലാണ്, ഇതിന്റെ ഉള്ളിലാണ്. ഇവിടെ നല്ല ക്രൗഡ് ഉണ്ട്, അത്യാവശ്യം നല്ല വലുതാണ്. നമ്മളെ ആ പെയിന്റിങ് തന്നെയാണ് ഫസ്റ്റ് കാണാൻ വന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്യണ ലോവർ ബഡ്ജറ്റിലെ വേൾഡ് ഫേമസ് പെയിന്റിങ് മൊണാലിസയുടെ പെയിന്റിംഗ് ആണ്. ഈ പെയിന്റിംഗ് ആണ്, ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇത് പെയിന്റിംഗ് ഉള്ള റൂം ഇതാണ്. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ മൊണാലിസ ചേച്ചി. ലിസ ചേച്ചിനെ കാണാൻ പോവാണ്. കണ്ടു തിരക്കാണ് ഫുൾ ആൾക്കാർ. ഇതാടാ ഫേമസ് പെയിന്റിംഗ്, വെഡിങ് അറ്റ് കാന. ഏറ്റവും വലിയ പെയിന്റിംഗ് ഇവിടുത്തെ വെഡിങ് അറ്റ് കാന. ആ കാനയില് കർത്താവ് വെള്ളം മെയ്യാക്കി വരണതല്ലേ, അതേ സാധനം. ഇതാണ് വെഡിങ് അറ്റ് കാന എന്നാണ് ഫേമസ് പെയിന്റിംഗ്. നമ്മള് കാണിക്കാൻ പോകുന്നതാണ് മൊണാലിസ. പടത്തിലെ സാധനം കണ്ടോ, ഒരു ജെന്റിൽ സ്മൈൽ കൊണ്ടുവരാൻ വേണ്ടി അങ്ങേരെ ഓയിൽ പെയിന്റിങ്ങിലെ ട്രാൻസിഷൻ ഉപയോഗിച്ച് ഒരു ജെന്റിൽ സ്മൈലിനെ ലൈറ്റിലേക്ക് കൊണ്ടുവരും. ഒന്ന് ഷാഡോ ടു ലൈറ്റിലേക്ക് വരുന്ന പോലെ. പിന്നെ അങ്ങേരെ ആ പുറകിലത്തെ ലാൻഡ്സ്കേപ്പ് ഉണ്ടോ, അത് ഇറോഷൻ സംഭവിക്കുന്ന പോലെ ഒരു ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കാം, ആ വാറ് കാരണം എന്തൊക്കെ സംഭവിച്ചു ആ ലാൻഡ്സ്കേപ്പിൽ, അതെല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല അങ്ങേരെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുമില്ല. ആ ലാൻഡ്സ്കേപ്പിൽ ഐഡിയ കംപ്ലീറ്റ് എന്നാണ് ഇപ്പോഴും ഇവര് പറയുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, അതിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. പിന്നെ ആരാണ് മൊണാലിസ? മൊണാലിസ എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു സിൽക്ക് മർച്ചന്റിന്റെ ഒരു വൈഫാണ്. ആളുടെ പേരെന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ്കോ ഡെൽ ഗിക്കോണ്ടു. അങ്ങനെ ഒരു വെൽത്തി ആയിട്ടുള്ള സിൽക്ക് മർച്ചന്റ് ആയിരുന്നു. അപ്പൊ മൊണാലിസയുടെ ഡ്രസ്സിംഗിൽ തന്നെ ഉണ്ട്, മൊണാലിസയുടെ ഡ്രസ്സിംഗ് തന്നെ ഉണ്ട് ആ വെൽത്തി, ആ ഒരു എലഗന്റ് വൈഫിന്റെ ഒരു പെട്ടെന്നെല്ലാം കാണിക്കുന്നുണ്ട് അതിനകത്ത്. മുനിയാണ്ടി വില്ലാസ്. അങ്ങനെ നമ്മൾ പാരീസിന്റെ തെരുവുകൾ നടന്നു പോവുകയാണ്. പെട്ടെന്ന് നമ്മൾ തമിഴ്നാട്ടിലെത്തി. അതെ, ഇത് തമിഴ് തെരുവ്, തിരുപ്പതി പാരീസ്. ചെക്കന്മാർക്ക് കൊതി തോന്നി. ബോണ്ട ആകാശ് ரொம்ப பிரமாதமா இருக்கு. நல்லா இருக்கா? എന്തിട്ടാ പറഞ്ഞ് മനസ്സിലായിട്ട് അവർക്ക് ആൾക്കാർക്ക്. ഓക്കെ, ഇത് പാരീസ് അല്ല, ഇത് ഞാൻ കണ്ട പാരീസിക്കല്ല. അപ്പൊ ബോണ്ടയും കഴിച്ച് ആകാശ്. എങ്ങനെയുണ്ട് ബോണ്ട? നാട്ടിലല്ല, നമുക്ക് തമിഴ് ബോണ്ട നമ്മള് ജർമ്മനിയിൽ തേങ്ങ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ ചിലമാര് ഉഴുന്നവടെയും പരിപ്പോട്ട് അടിക്കുന്നുണ്ട്. നാട്ടില് ചായപ്പടിയിൽ ചായ അടിക്കാനായിട്ട് ഇരിക്കുന്ന പോലെ ഇവിടെയും ഇവിടുത്തെ തെരുവുകളിൽ ചായ അടിച്ചോണ്ട് അവസാനം ഫോണും സൂക്ഷിച്ചോ. അത് അടിപൊളി സ്ട്രീറ്റാണ്. എങ്ങനെയുണ്ട് വട? അല്ല ബോണ്ട എങ്ങനെയുണ്ട്? ബോണ്ട
ரொம்ப பிரமாதமாயிருக்கு வர ரொம்ப பிரமாதமாயிருக்கு வர 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 ரொம்ப பிரமாதമാണ്. ഞങ്ങള് പാരീസിൽ വന്നിട്ട് മന്തി കഴിക്കാൻ വന്നാണ്. ഇത് നാട്ടില് വല്ല റെസ്റ്റോറന്റ് മാതിരി തന്നെ ഉണ്ട് അതേത്. അപ്പോ ഇവിടെ എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ട്. സോനുവാണ് ഞങ്ങളെ കാണിച്ച വഴി കാട്ടിച്ച് വഴി തെറ്റിച്ചിട്ട് കറക്റ്റ് ഇവിടെ തന്നെ കൊണ്ടുവന്നത്. അപ്പൊ ഇത് കഴിച്ചിട്ട് ഞങ്ങള് സ്പെഷ്യൽ താങ്ക്സ് സോനുവിന് കൊടുക്കുന്നതായിരിക്കും. അതിന്റെ അഹങ്കാരമൊന്നുമില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഞങ്ങൾക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ 1 മണിക്കൂർ ഇരിക്കാൻ പാടുള്ളൂ. 1 മണിക്കൂറിലും കൂടെ 1 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നലത്തെ ഉണ്ടായ ചില ദുരനുഭവം പോലെ അത് ഞങ്ങൾ ഡിസ്കൗണ്ട് ഇല്ല. ഇന്നലത്തെ ഉണ്ടായ ദുരനുഭവം മാതിരി ഉണ്ടാവുമെന്ന് തഞ്ചു ഭയക്കുന്നു. വാട്ട് എവർ ഹാപ്പൻസ് ഇൻ പാരീസ് സ്റ്റേസ് ഇൻ പാരീസ്. അല്ല ഇത് നമ്മള് പറഞ്ഞല്ല, തഞ്ചു പറഞ്ഞ. അത് പ്രശസ്തമായ ഒരുത്തന്റെ വാക്കുകളാണ്. ചട്നിയൊന്നുമില്ല. അഭിപ്രായം പറയും. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഒന്നരമായിരിക്കുന്നു. വെറുതെ പറയണമെന്ന് വിചാരിക്കരുത്. വണ്ടർഫുൾ. സോനെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മള് കാലത്ത് പോവാൻ പ്ലാൻ ചെയ്ത പാരീസിന്റെ ആർക്ക് ഇപ്പോഴാണ് പോവാൻ പറ്റുന്നത്. കാരണം കാലത്ത് തന്നെ ഞങ്ങൾ ഒപ്പേറ ഗാർണിയർ കാണാൻ പോയി. ടിക്കറ്റിന്റെ സമയത്തിന്റെ പ്രശ്നം കാരണം നമ്മൾ മാളിൽ പോയി. അതെ, അപ്പൊ ഇപ്പൊ ഞങ്ങള് ഫുഡൊക്കെ അടിച്ച് നല്ല അടിപൊളി മന്തി എന്നാലും മന്തി കുഴപ്പമില്ല കഴിച്ച് വയറ് നിറച്ച് ആർക്ക് കാണാൻ വേണ്ടി പോവാണ്. അപ്പോ ബാക്കി അവിടെ എത്തിയിട്ട് ഫോട്ടോ വീഡിയോസ് ഷൂട്ട് ചെയ്യും. നമ്മൾ നിൽക്കുന്നത് പാരീസിലെ ഫ്രഞ്ച് റെവല്യൂഷൻ ഓർമ്മിക്കുന്ന ഫ്രാൻസിന്റെ അവരുടെ വിജയക്കൊടി പാറിച്ചുകൊണ്ടുള്ള അതെ 100 കൊല്ലത്തിന്റെ വാർഷികത്തിന് അവര് ഓർമ്മിക്കാൻ പണിത ആർക്കാണത്. ഇതില് ഫ്രഞ്ച് റെവല്യൂഷനിൽ മരിച്ച ആൾക്കാരുടെ പേരുകളെല്ലാം അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. പിന്നെ കൊടി ഫ്രഞ്ച് ഫാൻസിന്റെ വലിയൊരു പതാക അവിടെ പറക്കുന്നുണ്ട്. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇപ്പൊ നമുക്ക് ഫ്രീ എൻട്രി ആണ്. പ്രായം 18 to 25. പ്രായം നമ്മൾ ചെറുപ്പമായതുകൊണ്ട് ഫ്രീ ടിക്കറ്റിൽ 23 വയസ്സുള്ളൂ. അതെ, അത് ഈ 4 കൊല്ലം അത് കള്ള സർട്ടിഫിക്കറ്റ്. അപ്പൊ നമ്മൾ കയറാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്ക് ടൈം കുറച്ചേ ഉള്ളൂ. ബസ് പിടിക്കണം, റൂമിൽ പോകണം, ബാഗ് എടുക്കണം. പക്ഷെ ഇതിന്റെ ഭംഗി അതെ ചൂസ് അല്ല ഇവിടെ ബൈ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറയാം. നമ്മള് മോളിക്ക് കയറാണ്. ലൂപ്പിലിട്ടിരിക്കുകയാണ് ഗൈസ്. കറങ്ങി നമ്മളെത്തി ഗൈസ് ഏറ്റവും മുകളിൽ. നമ്മളിപ്പോ ഇതിന്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. ഇതിന്റെ പേരെന്താ? പാരീസിന്റെ ആർക്കിന്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. നമ്മള് ഏറ്റവും ആദ്യം 15 സ്റ്റെപ്പ് കയറി ആകാശം ഇവിടെ എത്തി. ക്ഷീണിതനായിരിക്കുകയാണ്. ഈ സ്റ്റെപ്പൊക്കെ എങ്ങനെ ഇറങ്ങുന്നാണ് സോനുവിടെ ആലോചിക്കുന്നത്. ആരാ സോനുനെ മുകളിലുള്ള വ്യൂ ആണ് കാണുക ഗൈസ്. എഫിൽ ടവർ അറ്റത്തുണ്ട്. പതിവ് പോലെ എഫിൽ ടവർ അതിൻ്റെ ഭംഗിയിൽ ശോഭിച്ച് നിൽക്കുന്നു. പാരീസ് സിറ്റി അതിൻ്റെ ആ ഒരു ഇവിടെ എന്തോ പരിപാടി ഉണ്ട്. അതെ, ബാൻഡും പരിപാടികളൊക്കെ ബാൻഡ് സെറ്റും മേളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. മിഠായി വിളമ്പലും മധുരടുപ്പുണ്ടാവും.
ഈ വ്യൂവിന്റെ പ്രത്യേകത വെച്ചാൽ പാരീസ് സിറ്റി മൊത്തം ഈ ഒരു കോർണറിലേക്കാണ്, സെന്ററിലേക്കാണ് പോയിന്റ് ഔട്ട് ചെയ്യണത്. കാരണം കണ്ടു കഴിഞ്ഞാൽ സ്ട്രീറ്റ്സ് ആണ്, അവിടുന്ന് എല്ലാവരും ഒരു സിമിട്രി പോലെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ് ഈ പോയിന്റ് പാരീസിന്റെ. വെറുത്താണ് നമുക്ക് ഈ വ്യൂ മോളി കയറി 500 സ്റ്റെപ്പ് കയറി എല്ലാവരും കിതച്ചു, എന്നാലും കാണാണ്ട്. നമ്മള് 18th സെഞ്ചുറിയിൽ പണി കഴിപ്പിച്ച ആർക്ക് ഡി ട്രംഫ്, സോറി ഇതിന് തെറ്റുണ്ടാവും, അപ്പോൾ അതിൽ വന്നതായിരിക്കണം. അപ്പോൾ ഞങ്ങളിതിൽ ടോപ്പിൽ കയറി. ടോപ്പ് മീൻസ് അത് അവിടെ ഏറ്റവും കാണുന്ന മറ്റേ ടോപ്പ് ടെറസില്ലേ, ടെറസിലാണ് ഞങ്ങൾ കയറിയത്. അത് അതിൻ്റെ മുകളിൽ നമുക്ക് ഫുൾ പാരീസ് സിറ്റി ചെയ്യണം. അത് നമുക്ക് അപ്പം മനസ്സിലാക്കാൻ കഴിയും 18th സെഞ്ചുറിയിൽ അവരുടെ അത്രയും പ്രിസൈസ്ഡ് ആയിട്ടാണ് അവരുടെ ടൗൺ പ്ലാനിങ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭയങ്കര ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. ആർസണലിന്റെ ഭക്തനാണ്, ആർസണലിന്റെ ഇടം കൈയാണ്. കളി നടക്കുമ്പോൾ ഡെഡിക്കേഷനാണ്. എല്ലാം അടിക്കാണ്. ഞങ്ങളാകെ പെട്ടിരിക്കണ ഗൈസ്. എവിടേക്കൊക്കെ പോകുന്നു ഞങ്ങൾ. മെട്രോ സ്റ്റേഷൻ കറക്റ്റ് അറിയാതെ നടക്കുന്നു. ഇതിൽ ഞങ്ങൾ പറയേണ്ട പ്രത്യേക സംഭവമുണ്ട്. എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു. പിക്ക് പോക്കറ്റിങ്ങും എക്സ്പീരിയൻസ് ചെയ്തു. ആകാശിന് ടിക്കറ്റ് ഇല്ല ഗൈസ്. ഞങ്ങളപ്പം വലിഞ്ഞു കയറി വരാണ് ഗൈസ്. ഇപ്പോൾ ടിക്കറ്റ് ഇല്ലാണ്ട് ആകാശിന് പിന്നീട് ആരോ ഒന്ന് മുട്ടിന്നാണ് പറയുന്നത്. പിന്നെ നോക്കിയപ്പോൾ ടിക്കറ്റ് കാണാനില്ല. ഭാഗ്യത്തിന് പേഴ്സും ഫോണും അർമാണി വാച്ചും കയ്യില്ലേ, ബാക്ക് പോക്കറ്റിലാണ് അർമാണി വാച്ചുണ്ട്, ടിക്കറ്റ് ഉണ്ട്. അതെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പാരീസ് വരുമ്പോൾ ആരും ബാക്ക് പോക്കറ്റിൽ എന്തിട്ടാലും അവരടിച്ചോണ്ട് പോകും. അതെ, അജ്ഞാത ശക്തി വന്ന് ഇടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആകാശ് പിന്നാലെ ഓടുന്നുണ്ട്. കാര്യം മനസ്സിലായി. കേറിയ ഞാൻ കുഴപ്പമില്ല. അവസാന യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് ഭൂമിക്ക് മടങ്ങാണ് ഗൈസ്. വെട്ടിയും ബാഗ് എടുക്കാൻ ഏറ്റവും ഹൈലൈറ്റ് നിൽക്കുന്നത് ആകാശാണ്. എന്താണ് ഒരു ടിക്കറ്റ് പോലും ഇല്ലാതെ ഇത്രയും ബസ്സുകൾ കയറി, ട്രെയിൻ കയറി 4:30 വരെ വൈകുന്നേരം ചില ടിക്കറ്റ് ഉണ്ടായിരുന്നു. വളരെ മാന്യമായിട്ടാണ് ഞാൻ ഇവിടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏതൊരു പോക്കറ്റ് ഒന്ന് അടിച്ചു മാറ്റിക്കൊണ്ടേ ATM കാർഡാന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ടിക്കറ്റ് ഇല്ല. പിന്നെ ഇവരിങ്ങനെ ഊക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ലേ, അത് സോറി, അതാണ് ഇവരുടെ തെറ്റ്. പാരീസിന്റെ നൈറ്റ് വൈബ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് എത്തി. ഞങ്ങൾ അവിടെ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാലത്ത് തന്നെ. പക്ഷേ ബാഗൊക്കെ ഞങ്ങൾ ഒരു അണ്ടർ സ്റ്റോറേജിൽ കെല്ലറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറങ്ങാൻ മുമ്പൊക്കെ ഞങ്ങൾക്ക് എളുപ്പമാവില്ല, ബാഗിലാണ്ട് കറങ്ങാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ബാഗൊക്കെ എടുത്ത് തിരിച്ച് ഫ്ലിക്സ് പഠിക്കാനുള്ള ഒരു ഇതിലാണ്. 10:45 ഞങ്ങളുടെ ബസ്സിൻ്റെ ടൈം. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ മൊമെന്റ് ആണ് ഇവിടെ. നമ്മള് പാരീസിൽ നിന്ന് ഇപ്പൊ ഫ്ലിക്സ് ബസ് കയറിയിട്ട് തിരിച്ച് നോർമൽക്ക് പോവാണ്. സോ 2 ദിവസം നമ്മള് അടിച്ചു പൊളിച്ചു. മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളായിരുന്നു. സോ സൈനിങ് ഓഫ് ഫ്രം പാരീസ്. സീ ഓൺ നെക്സ്റ്റ് വ്ലോഗ്. സുഹൃത്ത് ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഇന്ന് പരിപാടി കഴിഞ്ഞു നാളെ വീട്ടിലെത്തിയിട്ട് ബാക്കി കഴിഞ്ഞു. അമറേ, ഇഡ്ഡലൻ ട്രിപ്പ്. പാരീസ് വിൽ ബി മിസ്ഡ്. ഐഫിൽ ടവർ വിൽ ബി മിസ്ഡ്. ആകാശേ 2 വാക്ക് പാരീസ് ട്രിപ്പ്. കിടിലൻ
ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത കുറെ എക്സ്പീരിയൻസ്, എസ്പെഷ്യലി ലൈഫ് മൊമെന്റ്സ്, കുറെ ടേക്ക് അവേസ്, വെരി ഗുഡ് എക്സ്പീരിയൻസ്. അതെ, അവർ ഒരു കാലത്തും മറക്കില്ല. വിശാല് പറ. നല്ലൊരു ട്രിപ്പായിരുന്നു. ആൻഡ് ഫൈനലി whatever happens in Paris stays in Paris. ഓക്കെ, തഞ്ചമ്മ 2 വാക്ക് പാരീസ് ട്രിപ്പിനെ പറ്റി. പഠിച്ചോഗ്രഹമാണ് നല്ല വർക്കത്ത് റഹ്മത്തോടും കൂടി അൽഹംദുലില്ലാ നമ്മള് പരിപാടിയൊക്കെ സമാപ്തിയാക്കണം. നമ്മളിനി ഈ വർഷത്തോടു കൂടി നമ്മള് ജർമ്മനി എത്തിയിട്ട് നമ്മളവിടെ ന്യൂറംബർഗിൽ അവിടെ നമ്മുടെ ട്രെയിനോട് കൂടി നമ്മുടെ റൂമിലെത്തുന്നു. അപ്പൊ 2 വാക്ക് പാരീസ് ട്രിപ്പിനെ പറ്റി. കിടിലം, 2 വാക്ക്. സൂപ്പർ. 2 വാക്ക് പറ. നീ പറ. കാരണം പലതരം പാരീസില് ഒരാൾക്ക് നടക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നടന്നു. പലതും പല എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് നടന്നിട്ടുണ്ട്. കുറെ കാര്യങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റില്ല. അപ്പോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൊമെന്റ്സ് ആയിരുന്നു ഇതെല്ലാം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തത്. അപ്പോ സൈൻ ഔട്ട്. ബൈ ഗൈസ്. ബൈ ഗൈസ്. ഇതെങ്ങനെ തിരിച്ചാൽ നമ്മളാണോ വരുന്നത്? ഇതെങ്ങനെ തിരിച്ചാൽ നമ്മളാണോ വരുന്നത്?